എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഫൈറ്റ് ചെയ്ത് അങ്ങനെ മികച്ച വിജയത്തോടുകൂടെ മുൻപോട്ടേക്ക് വരികയാണ്. അവരാണെങ്കിൽ ഒരുപാട് നേരം പോരാടി ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ തലക്കെട്ടുകാരനാണെങ്കിൽ ആവശ്യമായിട്ടുള്ള സമ്മാനം അത് മാസ്റ്റർ റോഷി അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. മാസ്റ്റർ റോഷിയാണ് ഇനി അവസാനമായി ജാക്കി ചാൻ എന്ന പേരിൽ ഇപ്പോൾ ഗോക്കുവായിട്ട് ഏറ്റുമുട്ടുന്നത്. തന്റെ ശിഷ്യന്മാരുടെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനും അതുപോലെ തന്നെ അവരുടെ അഹങ്കാരവും ഓവർ കോൺഫിഡൻസും ഒക്കെ കൺട്രോൾ ചെയ്യാനുമാണ് വേഷം മാറി ഇപ്പോൾ അവിടേക്ക് എത്തിയത്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പോൾ ഗോക്കുവിന്റെ മുൻപിൽ ഫേസ് ടു ഫേസ് നിൽക്കും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എങ്ങനെയെങ്കിലും ജാക്കി ചാനെ തോൽപ്പിച്ച് എത്രയും വേഗം ആ ഒരു ചാമ്പ്യൻഷിപ്പ് അത് നേടിയെടുക്കുക മാത്രമാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഗ്രൗണ്ട് കാണിക്കും നമ്മുടെ പന്നിക്കുട്ടൻ. അവനാണെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെ ആരെയോ കാര്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ബൊൽമയുടെ അടുത്തേക്ക് വരികയാണ്. ബൊൽമയാണെങ്കിൽ ഇപ്പൊ പന്നിക്കുട്ടനോട് ചോദിക്കും, നീ മാസ്റ്റർ റോഷിയെ കണ്ടോ? അതിന് പന്നിക്കുട്ടൻ പറയും, ഇല്ല, ഞാനിവിടെ മുഴുവൻ അന്വേഷിച്ചു, അദ്ദേഹത്തെ എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഗോക്കു ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് ചോദിക്കും, നിന്റെ ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി അതെന്താണ്? അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, എനിക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല, എങ്ങനെയെങ്കിലും എന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കുക, അടുത്ത ചാമ്പ്യനായിട്ട് മാറുക, ആ പ്രൈസ് മണി അത് നേടിയെടുക്കുക, അത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയും. അത് കേട്ട് ആങ്കർ ചിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ നിർത്താതെ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ബൊൽമയും ടീമും ആണെങ്കിൽ മാസ്റ്ററിനെ അന്വേഷിക്കുകയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ജാക്കി ചാനോട് ആളുടെ സ്ട്രാറ്റജി ചോദിക്കും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആള് മൊട്ടപ്പനോട് പറയും, എന്റെ ഗസ് അത് തെറ്റിപ്പോയി, അത് മാസ്റ്റർ റോഷി അല്ല, അതുകൊണ്ട് തന്നെ ഗോക്കുവിന് ഈ മത്സരത്തിൽ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മൊട്ടപ്പനാണെങ്കിൽ അതിന് പറയും, ഒരുപക്ഷെ ഈ ജാക്കി ചാൻ അദ്ദേഹം മാസ്റ്റർ റോഷിയുടെ ഏതെങ്കിലും ബന്ധുവാണെങ്കിലോ അദ്ദേഹത്തെ കഴിഞ്ഞ് പവർ ഇദ്ദേഹത്തിനുണ്ടെങ്കിലോ ഗോക്കു എങ്ങനെ ജയിക്കും? പക്ഷെ ഞാനും ആഗ്രഹിക്കുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗോക്കു അവൻ ജയിക്കാനാണെന്ന് പറയും. അടുത്ത നിമിഷം ആങ്കർ ആണെങ്കിൽ ഫൈറ്റിനെ അനൗൺസ് ചെയ്യും. ആ വലിയ ബെല്ല് അതിലാഞ്ഞടിക്കും, വാദ്യമേളങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഫയർ പവറൊക്കെ അവേക്കൻ ചെയ്ത് മുഴുവൻ റെഡായിട്ട് മാറുകയാണ്. അത് കണ്ട ഗോക്കുവും ഫയർ പവറൊക്കെ അവേക്കൻ ചെയ്ത് അവനും ഇപ്പൊ റെഡായിട്ട് മാറും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. മാസ്റ്റർ ആണെങ്കിൽ കറങ്ങി വന്ന് ഗോക്കുവിനെ ആഞ്ഞു ചവിട്ടും. അവൻ അങ്ങനെ ചവിട്ട് കെട്ടി തെറിച്ചു പോവാണ്. മാസ്റ്റർ ആണെങ്കിൽ കാഷ്വലായിട്ട് തിരികെ ലാൻഡ് ചെയ്യും. അതിനുശേഷം ഗോക്കുവിനെ കുറ്റപ്പെടുത്തും. അവൻ എപ്പോഴും ഓവർ എക്സൈറ്റ്മെന്റ് ആണ്, ഇതുമായിട്ടുള്ള കോൺഫിഡൻസും ശരിയല്ല, അതുകൊണ്ടാണ് അവനിപ്പോ ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടതെന്ന് പറഞ്ഞ് മീശയൊക്കെ പിരിച്ച് മാസ്റ്റർ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും ചിന്തിച്ച് അവരിലൂടെ ഫ്ലൈ ചെയ്തു പോയി കാര്യമായിട്ട് അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ബൊൽമയ്ക്കും ടീമിനും ആണെങ്കിൽ ഒരുപാട് വിഷമം. അവരാണെങ്കിൽ ഗോക്കു തോറ്റു എന്ന് കരുതി വിഷാദമായിട്ടിരിക്കുകയാണ്. മാസ്റ്ററിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്, ആള് ജയിച്ചു എന്ന് കരുതി ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇപ്പൊ സ്കൈയില് എന്തോ ഒന്ന് തിളങ്ങുന്നതായിട്ട് കാണുക. ജനങ്ങളെല്ലാവരും മുകളിലേക്ക് നോക്കും. ബൊൽമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കഥാനായകൻ ഗോക്കു. അവനാണെങ്കിൽ അവന്റെ വാല് അതൊരു ഫാൻ പോലെ നല്ല ഫോഴ്സിൽ കറക്കി അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ അതുകൊണ്ട് തകരും. ഗോക്കു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലാൻഡ് ചെയ്യും. അത് കണ്ട് അപ്പാപ്പൻ ആള് ദേഷ്യപ്പെട്ട് പറയും, ഓ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ വീണ്ടും ഇവിടേക്ക് കടന്നു വരും, നിന്റെ വാല് അതാണ് ഇത്തവണ നിന്നെ രക്ഷിച്ചത്, അതാണ് ഇത്തവണ നിന്നെ രക്ഷിച്ചത്, തീർച്ചയായിട്ടും നിന്റെ വാല് അത് ഞാൻ പിഴുതെറിയുമെന്ന് പറയും. അതിന് ഗോക്കു പറയും, എന്റെ വാലുകൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ മാസ്റ്ററിന്റെ പവർ യാമേ യാമേ പവർ, അതുപയോഗിച്ച് എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ എനർജി വേസ്റ്റ് ആക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാത്തതാണ്, തീർച്ചയായിട്ടും എൻ്റെ 18ാമത്തെ അടവായിട്ട് ഞാനത് യൂസ് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ മാസ്റ്റർ റോഷിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, ഈ ലോകത്ത് ഞാൻ മാത്രം ഉപയോഗിക്കുന്ന പവറാണ് ആ ഒരു പവർ, അതെങ്ങനെ ഇവൻ പഠിച്ചെടുത്തു? തീർച്ചയായിട്ടും എനിക്ക് ഇവനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ആളുടെ ഫുൾ പവർ എടുത്ത് ഗോക്കുവായിട്ട് പോരാടാൻ തയ്യാറാവും. ഗോക്കുവും അവൻ്റെ ഫുൾ പവർ എടുത്ത് ഇപ്പോ ജാക്കി ചാനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. മാസ്റ്റർ ആണെങ്കിൽ വിളിച്ചു പറയും, ആ ഹാമേ ഹാമേ പവർ അത് കണ്ടുപിടിച്ചത് ഞാനാണ്. അത് കേട്ട് ഗോക്കു വണ്ടറടിക്കും. ഒരിക്കലുമില്ല, അത് കണ്ടെത്തിയത് എന്റെ മാസ്റ്റർ റോഷിയാണ്. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ ഒന്ന് വണ്ടറടിക്കും. ഓ നോ, ഇപ്പൊ എന്റെ കള്ളി അത് വെളിച്ചത്തായനെ. മാസ്റ്റർ ആണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത്, അതെ, നീ ചെയ്യാൻ പോകുന്ന ഹാമേ ഹാമേ പവർ അത് കണ്ടെത്തിയത് മാസ്റ്റർ റോഷിയാണ്, പക്ഷേ എന്റെ ഹാമേ ഹാമേ പവർ അതൊരല്പം ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ആളുടെ ഹാമേ ഹാമേ പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് കണ്ട ഗോക്കുവും ഇപ്പൊ അവന്റെ ഹാമേ ഹാമേ പവർ അത് റിലീസ് ചെയ്ത് രണ്ട് പവറും നല്ല ഫോഴ്സിൽ പുറത്തേക്ക് വന്ന് അങ്ങനെ കൂട്ടിമുട്ടുകയാണ്. ആ രണ്ട് പവറും കൂട്ടിയിടിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. മാസ്റ്ററും ഗോക്കുവും അവർ രണ്ടുപേരും ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോയി അടിച്ചു വീഴും. ഗോക്കു ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് പവർ അറിയാമെന്ന്.
അപ്പാപ്പനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഓ നോ, ഇത്ര വേഗം അവനത് പഠിച്ചെടുത്തോ? 50 വർഷം. ഞാൻ 50 വർഷം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്. ഞാൻ കരുതിയതുപോലെ ഗോകു നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞ് അപ്പാപ്പൻ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കും. ജനങ്ങളാണെങ്കിൽ ഗോകുവിന്റെ പെർഫോമൻസ് കണ്ട് അങ്ങനെ ചിയർ ചെയ്ത് കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കും. അടുത്ത നിമിഷം മാസ്റ്റർ ആണെങ്കിൽ കറങ്ങി കറങ്ങി ഡബിൾ ആഫ്റ്റർ ഇമേജ് അത് ക്രിയേറ്റ് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് നോക്കും. അതിലേതാണ് ഒറിജിനൽ ജാക്കി ചാൻ എന്ന് അവന് മനസ്സിലാവില്ല. അവൻ ഒരെണ്ണം ഫൈനൽ ചെയ്ത് അതിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും വമ്പൻ ട്വിസ്റ്റ്. അവൻ പഞ്ച് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് റിയൽ ജാക്കി മാസ്റ്റർ. മാസ്റ്റർ അങ്ങനെ ചാടി വന്ന് അവനെ കിക്ക് ചെയ്ത് തെറിപ്പിച്ചു കളയും. ചുമരിൽ പോയി ആഞ്ഞടിച്ച് ഗോകു ആണെങ്കിൽ വീണ് കിടക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ആങ്കറിനോട് കൗണ്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അടുത്ത നിമിഷം ഗോകു അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് അവിടേക്ക് വരും. ഗോകു ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, നിങ്ങളുടെ ഈ ഒരു ട്രിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അവനിപ്പോ ഡബിൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. മാസ്റ്ററിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇവൻ സത്യത്തിൽ ഒരു അത്ഭുത ബാലൻ തന്നെ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിത്തിൻ സെക്കൻഡുകൾ കൊണ്ടാണ് അവൻ കോപ്പി ചെയ്യുന്നത്. തീർച്ചയായിട്ടും റിയൽ ഗോകുവെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് രണ്ട് ഗോകുവിലേക്കും മാസ്റ്റർ അങ്ങനെ മാറി മാറി കണ്ണോടിച്ച് അതിലേതാണ് റിയൽ ഗോകു എന്ന് ചെക്ക് ചെയ്യും. മാസ്റ്റർ ആണെങ്കിൽ കൈ ചുരുട്ടി ഒരു ഇമേജിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഗോകു അവൻ മുകളിലൂടെ ചാടി വന്ന് മാസ്റ്ററിനെ ചവിട്ടി താഴെയിടും. മാസ്റ്റർ ആണെങ്കിൽ കൺട്രോൾ പോയി ദേഷ്യപ്പെട്ട് പറയും, ഈ മിറർ ഇമേജ് ഇത് ഇങ്ങനൊന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. ഇതെന്റെ പവറാണ്. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ മുകളിൽ കൂടെ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യും. അത് കേട്ട് ഗോകു ആണെങ്കിൽ വണ്ടർ അടിക്കും. നിങ്ങളുടെ പവറോ? ഒരിക്കലുമല്ല. ഇതെന്റെ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത പവറാണ്. നിങ്ങൾ എന്റെ മാസ്റ്ററിന്റെ ആരെങ്കിലും ആണോ? നിങ്ങളുടെ ലുക്കൊക്കെ വെച്ച് ഒരുപക്ഷെ നിങ്ങൾ എന്റെ മാസ്റ്ററിന്റെ ബ്രദർ ആയിരിക്കും. അതിന് ജാക്കി മാസ്റ്റർ ആണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇപ്പൊ ഗോകുവിനെ കാണിച്ചു കൊടുക്കും. നീ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അവൻ എന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞ് ചില ഫോട്ടോസ് ഒക്കെ ഇപ്പൊ മാസ്റ്റർ ഗോകുവിന് കാണിച്ചു കൊടുക്കും. ഗോകു ആണെങ്കിൽ ആ ഫോട്ടോസിലേക്ക് തന്നെ നോക്കി അത്ഭുതത്തോടുകൂടെ അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത നിമിഷം മാസ്റ്റർ ആണെങ്കിൽ ആ ഫോട്ടോസ് ഒക്കെ ചുരുട്ടി വെച്ച് ഇപ്പൊ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ കള്ളുകൂടിയനെ പോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുഴഞ്ഞു കളിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ഗോകുവിന് സംശയം തോന്നും. എന്തുപറ്റി? നിനക്ക് എന്താ സംഭവിച്ചേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജാക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് ഇപ്പൊ ഗോകു ഓടി അടുത്തേക്ക് വരും. അടുത്ത നിമിഷം മാസ്റ്റർ അവനെ അടിച്ച് താഴെയിടും. വീണ്ടും റിങ്സ് അടിച്ചതുപോലെ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കളിക്കുകയാണ്. അത് കണ്ട് ഗോകു ആണെങ്കിൽ വീണ്ടും ആളുടെ അടുത്തേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ കാലുപയോഗിച്ച് ഒരു കിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഹാൻസം പോയി വിളിച്ചു പറയും, അദ്ദേഹം അഭിനയിക്കുകയാണ്, ഒരു കാരണവശാലും നീ അതിൽ വീണ് പോകരുത്. ഗോകു ആണെങ്കിൽ മാസ്റ്റർ ജാക്കിയോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ആക്ട് ചെയ്യാണോ? അതിന് മാസ്റ്റർ പൊട്ടിച്ചിരിച്ച്, അതെ, ഇതെന്റെ മറ്റൊരു ടെക്നിക്കാണ്. ഉപയോഗിച്ച് നിന്നെ ഞാൻ മണ്ടനാക്കി ഈസി ആയിട്ട് ഈ ഗെയിമിൽ ജയിക്കുമെന്ന് പറയും. അത് കേട്ട് ഗോകുവിന് വാശി കൂടും. അപ്പാപ്പനാണെങ്കിൽ വീണ്ടും വീണ്ടും കൊടിയനെ പോലെ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഗോകുവിനെ ചവിട്ടി തൊഴിച്ചുകൊണ്ടേയിരിക്കും. ഗോകുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത നിമിഷം കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ ആ ഒരു മത്സര കളത്തിന്റെ ഏറ്റവും അറ്റത്തേക്ക് ഓടി അടുക്കും. അതിനുശേഷം ഓടിയൊക്കെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കൊരങ്ങനെ പോലെ തുള്ളിച്ചാടി വന്ന് ഇപ്പൊ മാസ്റ്ററിനെ ആഞ്ഞൊരട്ടി. അത് കണ്ട് മാസ്റ്ററുടെ കിളി പോവും. ഗോകു, നീ എന്തായി ചെയ്യണേ? ഒരു കാരണവശാലും നീ ഇങ്ങനെ എന്നോട് പെരുമാറാൻ പാടില്ല. മര്യാദയ്ക്ക് എന്നോട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഗോകു ആണെങ്കിൽ അത് കേൾക്കാതെ ഒരു കൊരങ്ങനെ പോലെ തന്നെ തുള്ളിയും മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ ജാക്കി മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഗോകു ആണെങ്കിൽ മങ്കി ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ മാസ്റ്ററിന്റെ മുഖം കടിച്ചു പറിക്കും. പിന്നീട് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഗോകു ആണെങ്കിൽ മങ്കി ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ മാസ്റ്ററിനെ ചവിട്ടി എറിയാണ്. മാസ്റ്റർ ജാക്കി നല്ല ഫോഴ്സിൽ തെറിച്ചു പോയി ചുമരിൽ ആഞ്ഞെട്ടിക്കും. പന്നിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ആവേശം. അവൻ കാലും കൈയൊക്കെ പൊക്കി ഗോകുവിനെ എൻകറേജ് ചെയ്യുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും ഗോകു തന്നെ ഈ മത്സരത്തിൽ ജയിക്കും. അതിന് മൊട്ടപ്പനും പറയും, അതെനിക്ക് നേരത്തെ അറിയാം, അവൻ അത്രയും പവറുണ്ട്. ആ സമയം ജാക്കി മാസ്റ്റർ ആണെങ്കിൽ തിരികെ ഗോദയിലേക്ക് വന്ന് ഇപ്പൊ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയും, ഈ മത്സരത്തിൽ ഞാൻ വിജയിക്കാൻ പോവാണ്. എന്റെ അവസാനത്തെ ടെക്നിക് അത് ഞാൻ ഉപയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഈ ഒരു പവർ അത് റിലീസ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.